Okay, good morning. നമുക്ക് start ചെയ്യാം. Okay, next cartilaginous joint. Okay, just ഒന്ന് introduce ചെയ്തായിരുന്നു. These joints are formed by a pad of tough fibrocartilage that act as a shock absorber. അതായത് ഈ ജോയിന്റ് ഫോം ചെയ്തിരിക്കുന്നത് ടഫ് ആയിട്ടുള്ള കട്ടിയുള്ള ഒരു ഫൈബ്രോ കാർട്ടിലേജ് കൊണ്ടാണ്. ഇതൊരു ഷോക്ക് അബ്സോർബർ ആയിട്ടാണ് നിലകൊള്ളുന്നത്. മീൻസ് പെട്ടെന്നുള്ള ആഘാതങ്ങളെല്ലാം എതിർക്കുന്ന ഒന്നായിട്ടാണ് നിലകൊള്ളുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. നെക്സ്റ്റ് പോയിന്റ്. ഓക്കെ, നിങ്ങൾക്ക് പിക്ചേഴ്സ് ഞാൻ സാറ്റർഡേ ആയിരിക്കും സെൻഡ് ചെയ്യാം. മീൻസ് നിങ്ങളുടെ ഓരോ ചാപ്റ്റേഴ്സ് പിക്ചേഴ്സ് സാറ്റർഡേ സെൻഡ് ചെയ്തായിരിക്കും. മീൻസ് നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടി ഈസി ആവാൻ വേണ്ടി. ഓക്കെ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടിൽ വേണമെങ്കിൽ വരയ്ക്കാം, ഇല്ലെങ്കിൽ പുതിയൊരു നോട്ട് വാങ്ങാം. പുതിയ നോട്ട് വാങ്ങിയിട്ട് പിക്ചേഴ്സ് എല്ലാം അതിൽ വരയ്ക്കുക. ഓക്കെ, ഇനി അത് പോസിബിൾ അല്ലാത്തവർ നോട്ടിന്റെ ബാക്ക് സൈഡിൽ വരച്ചാലും മതി. ക്ലിയർ ആയ വരയിടാത്ത ബുക്കിൽ വരയ്ക്കുക. ഇമേജസ് സാറ്റർഡേ ആയിരിക്കും സെൻഡ് ചെയ്യുക. ക്ലിയർ ആയ ഓരോ ചാപ്റ്റർ വരുമ്പോൾ അതിലുള്ള ഇമേജസ് സാറ്റർഡേ സെൻഡ് ചെയ്യുന്നതായിരിക്കും. ഇസ് ക്ലിയർ? Okay. Next point, the joint may be immovable as in the cartilaginous epiphyseal plate. Okay, ഈ cartilaginous joint എന്താണ് immovable ആയിരിക്കും. ചിലപ്പോഴൊക്കെ മൂവ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. കാരണം അത് പ്രധാനമായിട്ടും cartilaginous epiphyseal plate എന്ന് പറഞ്ഞ ഭാഗത്തായിരിക്കും. കാരണം ഒരു എന്താ പറയാ ചെറുതായിരിക്കുന്ന സമയത്ത് കൂടുതൽ ബോൺസ് എന്തായിരിക്കും കാർട്ടിലേജ് പോലെയായിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, മീൻസ് തരുണാസ്ഥി രൂപത്തിലായിരിക്കും. എന്താ പറയാ വളരുന്ന അനുസരിച്ചിട്ട് ഗ്രോവിംഗ് മീൻസ് കുട്ടി വളരുന്ന അനുസരിച്ചിട്ട് എന്താകും എന്താ പറയാ ലോങ് ബോണിന്റെ ഡയാഫൈസിസ് എന്ന് പറഞ്ഞ ഭാഗവും എപ്പിഫൈസിസ് എന്ന് പറഞ്ഞ ഭാഗവും തമ്മിൽ കണക്ട് ആകും. ഓക്കെ, ചൈൽഡ് ലിങ്ക്സ് ദ ഡയാഫൈസിസ് ഓഫ് ദി ലോങ് ബോൺ ടു ദി എപ്പിഫൈസ്. ഓക്കെ, ഒരു ഡയാഫൈസിസ് അതായത് ലോങ് ബോണിന്റെ ഡയാഫൈസിസ് എന്ന് പറഞ്ഞ ഭാഗം എപ്പിഫൈസിസ് എന്ന് പറഞ്ഞ വേറൊരു ഭാഗവുമായിട്ട് അറ്റാച്ച്ഡ് ഒക്കെ ആകും. അതുകൊണ്ടാണ് ഇത് ഇമ്മൂവബിൾ ആണെന്ന് പറയാൻ കാരണം. ഓക്കെ, ദ ജോയിന്റ് മേ ബി ഇമ്മൂവബിൾ as in the cartilaginous epiphyseal plate. അതായത് cartilaginous epiphyseal plate എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് എന്താണ് മൂവ്മെന്റ് ഇല്ല. കാരണം കുട്ടി വളരുന്ന അനുസരിച്ചിട്ട് എന്താകും ഈ ഡയാഫൈസിസ് ഓഫ് ലോങ് ബോണിന്റെ ഡയാഫൈസിസ് എന്ന് പറഞ്ഞ ഭാഗം ഒരു എപ്പിഫൈസിസ് എന്ന് പറഞ്ഞ വേറൊരു ഭാഗവുമായിട്ട് കണക്ട് ആകും, അല്ലെങ്കിൽ അതുമായിട്ട് ലിങ്ക് ചെയ്യും. അതുകൊണ്ടാണ് മൂവ് ചെയ്യാൻ പറ്റാത്തത്. ഇസ് ഇറ്റ് ക്ലിയർ? Okay. Just wait. Okay, ഒന്നുകൂടി പറയാം. The point, the joint may be immovable as in the cartilaginous epiphyseal plate which in the growing child links the diaphysis of the long bone to the epiphysis. അതായത് ഈ ഒരു ജോയിന്റ് ഇമ്മൂവബിൾ ആണ്, മീൻസ് ചില സമയത്ത് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതായത് കാർട്ടിലേജിനസ് എപ്പിഫൈസിയൽ പ്ലേറ്റ് എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത്. ഓക്കെ, കാരണം കുട്ടി വളരുമ്പോൾ അതായത് എന്താ പറയുക നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് എല്ലാ ബോൺസും കാർട്ടിലേജ് പോലെ ആയിരിക്കും. ഓക്കെ, മീൻസ് തരുണാസ്ഥി രൂപത്തിലായിരിക്കും. വലുതാകുന്ന അനുസരിച്ചാണ് ഈ ബോൺസിന് എന്താ പറയാ ഹാർഡ് ആകുക അല്ലെങ്കിൽ കട്ടി വെക്കുക. ഓക്കെ, ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ എന്താ പറയാ കുട്ടി വളരുന്ന അനുസരിച്ചിട്ട് എന്താകും ഈ ലോങ് ബോണിന്റെ ഡയാഫൈസിസ് എന്ന് പറഞ്ഞ ഭാഗം എപ്പിഫൈസിസ് എന്ന് പറഞ്ഞ വേറൊരു ഭാഗവുമായിട്ട് ലിങ്ക് ആകും, കണക്ട് ആകും. ഓക്കെ, അതുകൊണ്ടാണ് മൂവ് ആകാത്തത്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. Some cartilaginous joint permits limited movements. Okay, ചില cartilaginous joint എന്താ പറയാ ചെറിയ അളവിലുള്ള മൂവ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആദ്യത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഈ cartilaginous epiphyseal plate എന്ന് പറഞ്ഞ ഭാഗത്തുള്ള ജോയിന്റ് എന്താണ് ഇമ്മൂവബിൾ ആണ്. ഓക്കെ, അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ചില cartilaginous joint ചെറിയ അളവിലുള്ള മൂവ്മെന്റ് സാധ്യമാക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിന് അലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, as between the vertebrae which are separated by the intervertebral disc or symphysis pubis. അതായത് വെർട്ടിബ്രയിലുള്ള
ഓക്കെ, മീൻസ് നട്ടെല്ലിന്റെ ഇടയിലുള്ള ജോയിന്റ് ചെറിയ അളവിലുള്ള മൂവ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് വെർട്ടിബ്രൽ വിച്ച് ആർ സെപ്പറേറ്റഡ് ബൈ ദ ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് ഓർ സിംഫൈസിസ് pubis. അതായത് രണ്ട് വെർട്ടിബ്രേനെ തമ്മിൽ എന്താ പറയുക സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഓക്കെ, രണ്ട് വെർട്ടിബ്രേനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് ഉണ്ട്. ഇടയിലായിട്ടാണ് ഒരു ജോയിന്റ് കാണപ്പെടുന്നത്. അത് ചെറിയ അളവിലുള്ള ഒരു മൂവ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഷബാദ് ബ്രേക്ക് ആവുന്നുണ്ട്. അതേഴ്സ് കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ ഷബാദിന്റെ പ്രോബ്ലം ആണ്. ഷബാദ്, യു ഹാവ് റേഞ്ച് പ്രോബ്ലം. ഓക്കെ ഓക്കെ, ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വെർട്ടിബ്രൽ കോളത്തിനിടയിലുള്ള ജോയിന്റ് ചെറിയ അളവിലുള്ള ഒരു മൂവ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് വെർട്ടിബ്രൽ കോളത്തെ ഓരോ ഭാഗത്തെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് ഉണ്ട്. ഓക്കെ, അത് ഓൾറെഡി സ്കേർട്ടണിൽ പഠിച്ചതാണ്. ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക്. ഓക്കെ, അവിടെയായിട്ടാണ് ഈ ജോയിന്റ് കാണപ്പെടുന്നത്. ഓക്കെ, അവിടെയുള്ള ആ ഒരു ജോയിന്റ് ചെറിയ അളവിലുള്ള ഒരു മൂവ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, which is softened by circulating hormones during pregnancy to allow for expansion during childbirth. ഓക്കെ, അതായത് അവിടെ പ്രൊവൈഡ് ആകുന്ന ആ ഒരു മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് പ്രഗ്നൻസി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് അവിടെ സർക്കുലേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഉണ്ട്. മീൻസ് എന്താ പറയുക, അവിടെ കാണപ്പെടുന്ന അല്ലെങ്കിൽ അവിടെ അതിൽ കൂടെ ഒഴുകുന്ന രീതിയിലുള്ള ഹോർമോൺസ് ഉണ്ട്. ഓക്കെ, ഈ ഹോർമോൺസ് പ്രഗ്നൻസിന്റെ സമയത്ത് എന്തിനു സഹായിക്കും? ഈ വെർട്ടിബ്രയ്ക്ക് മൂവ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. മീൻസ് എക്സ്പാൻഷൻ ആണ് സഹായിക്കുന്നത്. ഓക്കെ, മീൻസ് വികസിക്കാൻ സഹായിക്കും. അങ്ങനെയാണ് ചൈൽഡ് ബർത്ത് സാധ്യമാകുന്നത്. ചൈൽഡ് ബർത്ത് എന്ന കുട്ടിയുടെ ജനനം സാധ്യമാകുന്നത്. ഓക്കെ, വെർട്ടിബ്രൽ കോളം വികസിക്കാൻ സാധിക്കും. കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ സിംഫൈസിസ് pubis എന്ന് പറഞ്ഞ ആ ഒരു ഭാഗമാണ് വികസിക്കുക. ഓക്കെ, അവിടെ എന്താണ്, ഹോർമോൺസ് ഉണ്ട്. ഓക്കെ, പ്രഗ്നൻസി സമയത്ത് അതിൽ കൂടെ മൂവ് ചെയ്യുന്ന ഹോർമോൺസ് ഉണ്ട്. ആ ഹോർമോൺസ് എന്ത് ചെയ്യും? ഈ വെർട്ടിബ്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി പറഞ്ഞു സ്കെർട്ടൺ ആണ്, മീൻസ് അസ്ഥിയാണ്. ഓക്കെ, എന്ത് ചെയ്യും? അവിടെയുള്ള ഹോർമോൺസ് അതിനെ എന്താക്കും? സോഫ്റ്റ് ആക്കി മാറ്റും. ക്ലിയർ ആയോ? ആ ഹോർമോൺസ് വെർട്ടിബ്രനെ സോഫ്റ്റ് ആക്കി മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യും? പ്രഗ്നൻസിന്റെ സമയത്ത്, മീൻസ് ചൈൽഡ് ബർത്തിന്റെ സമയത്ത്, കുട്ടിയുടെ ജനന സമയത്ത് എന്താകും? ഈ വെർട്ടിബ്രൽ കോളം അല്ലെങ്കിൽ സിംഫൈസിസ് pubis എന്ന് പറഞ്ഞ ഭാഗം എക്സ്പാൻഡ് ചെയ്യാൻ സഹായിക്കും. മീൻസ് വികസിക്കാൻ സഹായിക്കും. ഓക്കെ, അങ്ങനെയുള്ള ഒരു ചെറിയൊരു മൂവ്മെന്റ് ആണ് ഈ വെർട്ടിബ്രൽ കോളം പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം. സം cartilaginous joints permits limited movements. അതായത് ചില കാർട്ടിലേജിനസ് ആയിട്ടുള്ള ജോയിന്റ്സ് ചെറിയ അളവിലുള്ള ഒരു മൂവ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് വെർട്ടിബ്രയ്ക്കിടയിലുള്ള ജോയിന്റ്സ്. ഓക്കെ, അതായത് അതിന് അവിടെ എന്താ പറയുക, അതിനെ തമ്മിൽ വെർട്ടിബ്രൽ കോളത്തെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് എന്തുണ്ട്? ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് അല്ലെങ്കിൽ സിംഫൈസിസ് pubis എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഓക്കെ, അവിടെ കാണപ്പെടുന്ന ആ ഒരു ജോയിന്റ്, ഓക്കെ, അത് ചെറിയ അളവിലുള്ള ഒരു മൂവ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ചലനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് പ്രഗ്നൻസിന്റെ സമയത്താണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. മീൻസ് എന്താ പറയാ, കുട്ടിയുടെ ജനന സമയത്ത് എന്താ പറയാ, ഈ വെർട്ടിബ്രൽ കോളത്തിൽ അല്ലെങ്കിൽ സിംഫൈസിസ് pubisൽ മൂവ് ചെയ്യുന്ന ഹോർമോൺസ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ഹോർമോൺസ് അടങ്ങിയിട്ടുണ്ട്. ഈ ഹോർമോൺസ് എന്താക്കും? ഈ സിംഫൈസിസ് pubisനെ അല്ലെങ്കിൽ ഈ വെർട്ടിബ്രനെ എന്താക്കും? സോഫ്റ്റ് ആക്കി മാറ്റും. ഓക്കെ, അങ്ങനെ സോഫ്റ്റ് ആക്കി മാറ്റിയിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ സഹായിക്കും, വികസിക്കാൻ സഹായിക്കും. അങ്ങനെയാണ് ചൈൽഡ് ബർത്ത് സാധ്യമാകുന്നത്. മീൻസ് കുട്ടിയുടെ ജനനം സാധ്യമാകുന്നത്. Is it clear? ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയാണ് കാർട്ടിലേജിനസ് ജോയിന്റ്. ഓക്കെ, അടുത്തത് സൈനോവിയൽ ജോയിന്റ്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് സൈനോവിയൽ ജോയിന്റ് ആണ്. ഓക്കെ, അതായത് എന്താ പറയുക, നമ്മൾ ജോയിന്റ്സിന്റെ സ്ട്രക്ചറൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫൈബ്രസ് ജോയിന്റ് പറഞ്ഞു, കാർട്ടിലേജിനസ് ജോയിന്റ് പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് സൈനോവിയൽ ജോയിന്റിനെ കുറിച്ചാണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഈ കാർട്ടിലേജിനസ് ജോയിന്റ് ക്ലിയർ ആയോ എല്ലാവർക്കും? പ്ലീസ് ഗിവ് റെസ്പോൺസ്. ക്ലിയർ ആയോ? ഓക്കെ, അനക
Okay. First the point, the joints are formed by a pad of tough fibrocartilage that act as a shock absorber. അതായത് ഈ ജോയിന്റ്സ് ഫോം ചെയ്തിരിക്കുന്നത് കട്ടിയുള്ള ഫൈബ്രോ കാർട്ടിലേജിന്റെ പാഡ് കൊണ്ടാണ്. പാഡ് എന്ന് പറഞ്ഞ ഒരു മെത്ത കൊണ്ടാണ്. ഓക്കെ, ഫൈബ്രോ കാർട്ടിലേജിന്റെ കട്ടിയുള്ള ഒരു ഫൈബ്രോ കാർട്ടിലേജിന്റെ മെത്ത കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതൊരു ഷോക്ക് അബ്സോർബർ ആയിട്ടാണ് നിലകൊള്ളുന്നത്. മീൻസ് പുറമേ നിന്ന് വരുന്ന എല്ലാ ആഘാതങ്ങളെയും പ്രതിരോധിക്കുന്ന ഒന്നായിട്ട് അല്ലെങ്കിൽ എതിർക്കുന്ന ഒന്നായിട്ടാണ് നിലകൊള്ളുന്നത്. അതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ദ ജോയിന്റ് മേ ബി ഇമ്മൂവബിൾ. അതായത് ഈ ജോയിന്റ് ചിലപ്പോൾ ഇമ്മൂവബിൾ ആണ്, മൂവ് ചെയ്യാൻ പറ്റാത്തതാണ്. ഓക്കെ, അതായത് കാർട്ടിലേജിനസ് എപ്പിഫേസിയൽ പ്ലേറ്റ് എന്ന് പറഞ്ഞ ഭാഗത്തുള്ള ജോയിന്റ് മൂവ് ചെയ്യാൻ പറ്റാത്തതാണ്. കാരണം എന്താണ്? നമ്മൾ വളരുന്നതനുസരിച്ചിട്ട് എന്താകും? ലോങ് ബോണിന്റെ ഡയാഫൈസിസ് എന്ന് പറഞ്ഞ ഭാഗം വേറൊരു എപ്പിഫൈസിസ് എന്ന് പറഞ്ഞ ഭാഗവുമായിട്ട് കണക്ട് ആകും, അല്ലെങ്കിൽ അതുമായിട്ട് കൂടിച്ചേരും. അതുകൊണ്ടാണ് ഈ എന്താ പറയുക കാർട്ടിലേജിനസ് എപ്പിഫേസിയൽ പ്ലേറ്റിൽ മൂവ്മെന്റ് ഇല്ലാത്തത്. Is it clear? Clear ആയോ? Okay. Next one, synovial joint. അടുത്ത ക്ലാസിഫിക്കേഷൻ വരുന്നത് synovial joint ആണ്. In that, synovial joints are characterized by the presence of a space or capsule between the articulating bones. Okay. Synovial joint കാണപ്പെടുന്നത് അല്ലെങ്കിൽ synovial joints are characterized by the presence of a space or capsule between the articulating bones. Articulating bonesന് ഇടയിലായിട്ടാണ് ഈ synovial joints കാണപ്പെടുന്നത്. Articulating bones എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിച്ചേരുന്ന, പരസ്പരം കണക്ട് ചെയ്യുന്ന ബോൺസ്. ഓക്കെ, ആർട്ടിക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക എന്നുള്ള അർത്ഥം. ഓക്കെ, മീൻസ് രണ്ട് ബോണുകൾ തമ്മിൽ കൂടിച്ചേരുക എന്നുള്ള അർത്ഥം. ഓക്കെ, ആർട്ടിക്കുലേറ്റിംഗ് ആയിട്ടുള്ള ബോൺസിന്റെ സ്പേസ് ക്യാപ്സ്യൂള്. ഓക്കെ, ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ സ്പേസിലാണ് കാണപ്പെടുന്നത്. ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു ക്യാപ്സ്യൂളിലാണ് കാണപ്പെടുന്നത്. ദി പ്രസൻസ് ഓഫ് എ സ്പേസ് ഓർ ക്യാപ്സ്യൂൾ ബിറ്റ്വീൻ ദി ആർട്ടിക്കുലേറ്റിംഗ് ബോൺസ്. ക്ലിയർ ആയോ? Synovial joints are characterized by the presence of a space or capsule between the articulating bones. Okay, രണ്ട് ബോണുകൾ തമ്മിൽ പരസ്പരം ആർട്ടിക്കുലേറ്റ് ചെയ്യുക മീൻസ് കൂടിച്ചേരുന്ന ആ ഒരു സ്പേസിൽ അല്ലെങ്കിൽ ആ ഒരു ക്യാപ്സ്യൂളിലാണ് ഈ synovial joint കാണപ്പെടുന്നത്. ക്ലിയർ ആയോ? Is it clear? Okay. Next point, the ends of the bones are held close together by a sleeve of fibrous tissue and lubricated with a small amount of fluid. Okay, ഈ jointsന്റെ end. Okay, the ends of the bones are close together as a sleeve of fibrous tissue. Okay, അതായത് ഇവിടെ കാണപ്പെടുന്ന ഓൾറെഡി പറഞ്ഞു രണ്ട് ബോൺസ് തമ്മിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുണ്ടെന്ന്, കൂടിച്ചേരുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ ബോൺസിന്റെ എല്ലാം എൻഡ് മീൻസ് അഗ്രഭാഗങ്ങളെ തമ്മിൽ എന്താ പറയാ അതിനെ പൊതിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കവർ ചെയ്തിട്ട് എന്തുണ്ട്? ഒരു സ്ലീവ് ഓഫ് ഫൈബ്രസ് ടിഷ്യൂ, അവിടെ നാര് പോലുള്ള ഒരു ടിഷ്യൂവിന്റെ ഭാഗം കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അതായത് ഇൻ ദ എൻഡ്സ് ഓഫ് ദി ബോൺസ് ആർ ഹെൽഡ് ക്ലോസ് ടുഗദർ ബൈ എ സ്ലീവ് ഓഫ് ഫൈബ്രസ് ടിഷ്യൂ. അതായത് ഈ ബോൺസിന്റെ അഗ്രഭാഗങ്ങളെ ഈ ബോൺസിന്റെ എൻഡ് ഭാഗങ്ങളെ എന്താണ് സ്ലീവ് ഫൈബ്രസ് ടിഷ്യൂ താങ്ങി നിർത്തുന്നുണ്ട്. സ്ലീവ് ഓഫ് ഫൈബ്രസ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു നാര് പോലെയുള്ള ടിഷ്യൂസിന്റെ ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു ഭാഗം എന്താണ് ഈ ബോൺസിന്റെ എൻഡ് ഭാഗങ്ങളെ താങ്ങി നിർത്താൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് എന്താ മനസ്സിലാക്കുക, ഈ ബോൺസിന്റെ അഗ്രഭാഗങ്ങളിൽ ഫൈബ്രസ് ടിഷ്യൂ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നാര് കൊണ്ട് നിർമ്മിതമായിട്ടുള്ള കലകൾ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ലൂബ്രിക്കേറ്റഡ് വിത്ത് സ്മോൾ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ്. അതുകൂടാതെ തന്നെ അതിനെ വഴുവഴുപ്പാക്കാൻ വേണ്ടിയിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു ചെറിയ അളവിൽ ഫ്ലൂയിഡും മീൻസ് ദ്രാവകവും അടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി പറയാം, ദ എൻഡ്സ് ഓഫ് ദി ബോൺസ് ആർ ഹെൽഡ് ക്ലോസ് ടുഗദർ ബൈ എ സ്ലീവ് ഓഫ് ഫൈബേഴ്സ് ടിഷ്യൂ. ഓക്കെ, അതായത് എന്താ പറയാ ഈ ബോൺസിന്റെ അഗ്രഭാഗങ്ങളെ അല്ലെങ്കിൽ എൻ പോർഷൻസിൽ താങ്ങി നിർത്തിക്കൊണ്ട് ഒരു സ്ലീവ് ഓഫ് ഫൈബ്രസ് ടിഷ്യൂ അടങ്ങിയിട്ടുണ്ട്. നാരുകൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഒരു ടിഷ്യൂസ് അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇതിനെ വഴുവഴുപ്പുള്ളതാക്കാൻ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട് ഒരു ചെറിയ അളവിൽ ദ്രാവകവും അടങ്ങിയിട്ടുണ്ട്. Is it clear? Clear ആയോ? Then last point, synovial joints are the most movable joint of the body. Okay, ശരീരത്തിലെ ഏറ്റവും നന്നായിട്ട് മൂവ് ചെയ്യുന്ന
മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ജോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈനോവൽ ജോയിന്റ് ആണ്. ഓക്കെ, സൈനോവൽ ജോയിന്റ്സ് ആർ ദി മോസ്റ്റ് മൂവബിൾ ജോയിന്റ് ഓഫ് ദി ബോഡി. ബോഡിയിലെ ഏറ്റവും നന്നായിട്ട് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ ചലിക്കാൻ സഹായിക്കുന്ന ജോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈനോവൽ ജോയിന്റ് ആണ്. അവിടെയാണ് ഏറ്റവും കൂടുതലുള്ള മൂവ്മെന്റ് സാധ്യമാകുന്നത്. Is it clear? Clear ആയോ? Okay. Synovial joints are the most movable joint of the body. Okay, ശരീരത്തിലെ ഏറ്റവും മൂവ് ചെയ്യുന്ന ജോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈനോവൽ ജോയിന്റ് ആണ്. മീൻസ് നന്നായിട്ട് ചലിക്കാൻ സഹായിക്കുന്ന ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ സൈനോവൽ ജോയിന്റ്. അവിടെയാണ് കൂടുതൽ അളവിലുള്ള മൂവ്മെന്റ് സാധ്യമാകുന്നത്. Is it clear? Clear ആയോ? ഓക്കെ, എനിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അടുത്ത സെക്ഷനോട്ട് പോകാം. അനു പി ജെ, കാർട്ടിലേജിനസ് ജോയിന്റ് പറ. Okay. Okay. അനഘ, സൈനോവൽ ജോയിന്റ് പറ. എന്താണ്? ആർട്ടിക്കുലേറ്റിംഗ് ബോൺസിന്റെ സ്പേസ് അല്ലെങ്കിൽ ക്യാപ്സ്യൂളിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ജോയിന്റിന്റെ അല്ല, ബോൺസിന്റെ എൻഡിന്, ബോൺസിന്റെ എല്ലുകളുടെ അഗ്രഭാഗങ്ങളെ. ഓക്കെ, 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 ഗുഡ്. ഓക്കെ, ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനി സൈനോവൽ ജോയിന്റിന്റെ ക്ലാസിഫിക്കേഷനും കൂടിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഈ 3 ജോയിന്റ് ക്ലിയർ ആയില്ലേ? 3 ജോയിന്റ്സ് ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് സൈനോവൽ ജോയിന്റ് അടിയിൽ സബ് ഹെഡിങ് കൊടുക്കുക, ടൈപ്സ് ഓഫ് സൈനോവൽ ജോയിന്റ്. സൈനോവൽ ജോയിന്റിന്റെ ടൈപ്സ് ഇമ്പോർട്ടന്റ് ആണ്, അതും കൂടി പറയാം. ടൈപ്സ് ഓഫ് സൈനോവൽ ജോയിന്റ്. ഓക്കെ, ഓൾറെഡി പറഞ്ഞു സൈനോവൽ ജോയിന്റ് ആണ് ബോഡിയിലെ മോസ്റ്റ് മൂവബിൾ ജോയിന്റ്. ഇനി അതിന്റെ ടൈപ്സ് ആണ് പറയാൻ പോകുന്നത്. ടൈപ്സ് ഓഫ് സൈനോവൽ ജോയിന്റ്. ഹെഡിങ് കൊടുക്കാം. ഓക്കെ, ഇൻ ദാറ്റ് സൈനോവൽ ജോയിന്റ്സ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദി റേഞ്ച് ഓഫ് മൂവ്മെന്റ്. Synovial joints are classified according to the range of movement. Synovial joints ne classify ചെയ്തിരിക്കുന്നത് അതിന്റെ മൂവ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അതാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, in that first one ball and socket joint. Ball and socket joint. Ball and socket joint. Okay, അതിന് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ഷോൾഡർ ജോയിന്റ് ആൻഡ് ഹിപ്പ് ജോയിന്റ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. സൈനോവൽ ജോയിന്റ്, ഈ ജോയിന്റ്സിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സൈനോവൽ ജോയിന്റ് ആണ്. ഓക്കെ, സൈനോവൽ ജോയിന്റിന്റെ ക്ലാസിഫിക്കേഷനും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതിൽ ഒന്നാമത്തെ മൂവ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സൈനോവൽ ജോയിന്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ഒന്നാമത്തെ ജോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഓക്കെ, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റിന് എക്സാമ്പിൾ ആണ് ഷോൾഡർ ജോയിന്റ്, ഹിപ്പ് ജോയിന്റ്. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ജോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. അതിന് എക്സാമ്പിൾ ഷോൾഡർ ജോയിന്റ് ആൻഡ് ഹിപ്പ് ജോയിന്റ്.
ഞാൻ പിക്ചർ ഇട്ട് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ജോയിന്റ്സ് ഒക്കെ എവിടെയാണ്. ഓക്കെ, ഷോൾഡർ ജോയിന്റും ഹിപ്പ് ജോയിന്റുമാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ദെൻ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിഞ്ച് ജോയിന്റ്. ഹിഞ്ച് ജോയിന്റ് ഓക്കെ, അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഫിംഗേഴ്സ്, ടോസ്, എൽബോസ്, നീസ് ആൻഡ് ആങ്കിൾസ്. ഓക്കെ, ഇവിടെയെല്ലാം കാണപ്പെടുന്ന ജോയിന്റ്സ് ആണ് ഹിഞ്ച് ജോയിന്റ്. ഓക്കെ, ഹിഞ്ച് ജോയിന്റ് എക്സാമ്പിൾസ് ഫിംഗേഴ്സ്, ടോസ്, എൽബോസ്, നീസ് ആൻഡ് ആങ്കിൾസ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലൈഡിംഗ് ജോയിന്റ്. ഗ്ലൈഡിംഗ് ജോയിന്റ് അതിന് എക്സാമ്പിൾ wrist ആൻഡ് ആങ്കിൾസ്. wrist ആൻഡ് ആങ്കിൾസ് അവിടെയാണ് ഗ്ലൈഡിംഗ് ജോയിന്റ് കാണപ്പെടുന്നത്. ദെൻ ഫോർത്ത് വൺ പൈവോട്ട് ജോയിന്റ്. പൈവോട്ട് ജോയിന്റ് അതിന് എക്സാമ്പിൾ നെക്ക്, ജോയിന്റ്സ് ബിറ്റ്വീൻ ദി റേഡിയസ് ആൻഡ് അൾന. പൈവോട്ട് ജോയിന്റ് കാണപ്പെടുന്നത് നെക്കിലും അതുപോലെ തന്നെ റേഡിയസ് ആൻഡ് അൾന അതിനിടയിലുള്ള ജോയിന്റ്സിനിടയിലുമാണ്. ജോയിന്റ്സ് ബിറ്റ്വീൻ ദി റേഡിയസ് ആൻഡ് അൾന. റേഡിയസ്, അൾന ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക ഇമേജ് ഇട്ട് തരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. ഓക്കെ, ഇതിനൊന്നും മലയാളം ഇല്ല. ഓക്കെ, അൾന, റേഡിയസ് ഇങ്ങനെയുള്ള ടേംസിനൊന്നും മലയാളം മീനിങ് ഇല്ല. സോ ഇങ്ങനെ തന്നെ ഇംഗ്ലീഷ് തന്നെ പഠിക്കാം. പിക്ചർ ഇട്ടുതരാം, അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആകും. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വൺ അഞ്ചാമത്തെ ടൈപ്പ് കോണ്ടിലോയിഡ് ജോയിന്റ്. കോണ്ടിലോയിഡ് ജോയിന്റ് അതിന് എക്സാമ്പിൾ റേഡിയോ കാർപ്പൽ ജോയിന്റ്, മെറ്റാകാർപ്പോ ടു ഫലഞ്ചൽ ജോയിന്റ്. മെറ്റാകാർപ്പോ ഫലഞ്ചൽ ജോയിന്റ്. മെറ്റാകാർപ്പോ ഫലഞ്ചൽ ജോയിന്റ് എന്നിട്ട് പറയാം. അഞ്ചാമത്തത് കോണ്ടിലോയിഡ് ജോയിന്റ് ആണ്. എക്സാമ്പിൾ റേഡിയോ കാർപ്പൽ ജോയിന്റ് ആൻഡ് മെറ്റാകാർപ്പോ ഫലഞ്ചൽ ജോയിന്റ്. Then sixth one saddle joint. Saddle joint അതിന് എക്സാമ്പിൾസ് ട്രപ്പീസിയോ മെറ്റാകാർപ്പൽ ജോയിന്റ്. ട്രപ്പീസിയോ മെറ്റാകാർപ്പൽ ജോയിന്റ് at the base of the thumb. Trapezio metacarpal joint at the base of the thumb. Full stop. It connects the trapezium and the metacarpal bone of the thumb. It connects the trapezium and metacarpal bone of the thumb. Okay, തമ്പിലെ മെറ്റാകാർപ്പൽ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന മീൻസ് ഇറ്റ് കണക്ട് ദി ട്രപ്പീസിയം. ട്രപ്പീസിയത്തെയും തമ്പിലെ മെറ്റാകാർപ്പൽ ബോണിനും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ജോയിന്റ് ആണ് ട്രപ്പീസിയോ മെറ്റാകാർപ്പൽ ജോയിന്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. സൈനോവൽ ജോയിന്റിന്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടൈപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 ടൈപ്സ് ആണ് വരുന്നത്. ഓക്കെ, ഒന്നാമത്തെ ടൈപ്പ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഷോൾഡർ ജോയിന്റ് ആൻഡ് ഹിപ്പ് ജോയിന്റ്. അവിടെ കാണപ്പെടുന്ന ജോയിന്റ് ആണ് ഈ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഓക്കെ, എക്സാമിന് പഠിക്കുമ്പോൾ 1 മാർക്കിനൊക്കെ ചോദിക്കും. മീൻസ് എക്സാമ്പിൾ ഒക്കെ ആയിട്ടാണ് ചോദിക്കുക. ഓക്കെ, ദെൻ ഹിഞ്ച് ജോയിന്റ്. ഹിഞ്ച് ജോയിന്റിന് എക്സാമ്പിൾ വരുന്നത് ഫിംഗേഴ്സ്, ടോസ്, എൽബോസ്, നീസ് ആൻഡ് ആങ്കിൾസ്. ദെൻ മൂന്നാമത്തത് ഗ്ലൈഡിംഗ് ജോയിന്റ്. ഓക്കെ, അത് കാണപ്പെടുന്നത് റിസ്റ്റിലും അതുപോലെ തന്നെ ആങ്കിൾസിലുമാണ്. ദെൻ പൈവോട്ട് ജോയിന്റ്. പൈവോട്ട് ജോയിന്റ് കാണപ്പെടുന്നത് നെക്ക്, ജോയിന്റ്സ് ബിറ്റ്വീൻ ദി റേഡിയസ് ആൻഡ് അൾന. ദെൻ അഞ്ചാമത്തെ ജോയിന്റ് കോണ്ടിലോയിഡ് ജോയിന്റ് ആണ്. അത് കാണപ്പെടുന്നത് റേഡിയോ കാർപ്പൽ ജോയിന്റ്. ദെൻ മെറ്റാകാർപ്പോ ഫലഞ്ചൽ ജോയിന്റ്. അതിൽ വരുന്നത് റേഡിയോ കാർപ്പൽ ജോയിന്റ് ആൻഡ് മെറ്റാകാർപ്പോ ഫലഞ്ചൽ ജോയിന്റ്. ദെൻ ആറാമത്തത് സാഡിൽ ജോയിന്റ് ആണ്. അതിന് എക്സാമ്പിൾ ട്രപ്പീസിയോ മെറ്റാകാർപ്പൽ ജോയിന്റ് ആണ് at the base of the thumb. It connects the trapezium and the metacarpal bone of the thumb. അതായത് ഈ ട്രപ്പീസിയോ മെറ്റാകാർപ്പൽ ജോയിന്റ് ആണ് എന്താ പറയുക തമ്പിലെ മെറ്റാകാർപ്പൽ ബോണിനെയും ട്രപ്പീസിയം എന്ന് പറഞ്ഞ ഒരു ഭാഗത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഇതാണ് സാഡിൽ ജോയിന്റ്. ഇതിന്റെ എല്ലാം ഇമേജസ് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാകും. ഈ ടേംസ് എല്ലാം ഇംഗ്ലീഷിൽ തന്നെ പഠിക്കുന്നതിനൊന്നും മലയാളം ടേംസ് ഇല്ല. ക്ലിയർ ആയോ? Is it clear?
ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയാണ് നിങ്ങളുടെ ജോയിൻസ് വരുന്നത്. ഓക്കെ, ജോയിൻസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഇത്രയാണ് വരുന്നത്. ഇനി വരുന്നത് ജോയിന്റ് ഡിസോർഡർ ആണ്. ഓക്കെ, ഇനി അസുഖത്തെ ജോയിന്റുമായിട്ട് ബന്ധപ്പെട്ട കണ്ടീഷൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ജോയിൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ജോയിൻസ് ക്ലിയർ ആയോ എല്ലാവർക്കും? പ്ലീസ് ഗിവ് റെസ്പോൺസ്. ക്ലിയർ? ഓക്കെ. ഓക്കെ, എങ്കിൽ അടുത്ത ഹെഡിങ് എടുക്കാം. അടുത്ത ഹെഡിങ് കൊടുക്കാം, ജോയിന്റ് ഡിസോർഡേഴ്സ്. ജോയിന്റ് ഡിസോർഡേഴ്സ് എന്ന് ഹെഡിങ് കൊടുക്കാം. ഈ ജോയിന്റ് ഡിസോർഡേഴ്സോടെ നിങ്ങളുടെ ഈ ഒരു സെക്ഷൻ കഴിയാണ്. മീൻസ് ഫസ്റ്റത്തെ ആ ഒരു യൂണിറ്റ് കവർ ആകും. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ ഗൈസ്? ഓക്കെ, നിങ്ങൾക്ക് 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഇത് ഒരു യൂണിറ്റ്. ആ ഒരു യൂണിറ്റിൽ തന്നെ ഒരുപാട് സെക്ഷൻ വരുന്നുണ്ട്. ഈ ജോയിന്റ് ഡിസോർഡറോടെ നമ്മുടെ ഫസ്റ്റത്തെ യൂണിറ്റ് കവർ ആകുക. ക്ലിയർ? അതായത് ഫസ്റ്റ് അനാട്ടമി സ്റ്റാർട്ടിങ്, അനാട്ടമി ഡെഫിനിഷൻ സ്റ്റാർട്ടിങ് തൊട്ട് ഈ ജോയിന്റ് ഡിസോർഡർ വരെയാണ് ഫസ്റ്റത്തെ യൂണിറ്റ്. ഓക്കെ, ജോയിന്റ് ഡിസോർഡേഴ്സ് നോക്കാം. ജോയിന്റ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ജോയിന്റുമായിട്ട് ബന്ധപ്പെട്ട കണ്ടീഷൻസ്, മീൻസ് അസുഖങ്ങളെ കുറിച്ചാണ് ഇനി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, ഇതിൽ എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റത്തെ കണ്ടീഷൻ, ആദ്യത്തെ കണ്ടീഷൻ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. മീൻസ് ജോയിന്റ് ഡിസോർഡേഴ്സിൽ ഒരു 3-4 കണ്ടീഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അതാണ് ഇനി നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് കൊടുക്കാം. ക്ലിയർ ആയോ സ്റ്റുഡൻസ്? കണ്ടീഷൻ ഞാൻ നാളെ എടുക്കാം. നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഓക്കെ, ഈ ഒരു യൂണിറ്റ് കഴിയുമ്പോൾ, ഫുൾ യൂണിറ്റ് കഴിയുമ്പോൾ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. മീൻസ് ഫസ്റ്റത്തെ അനാട്ടമി ഡെഫിനിഷൻ തൊട്ട് ഈ ജോയിന്റ് ഡിസോർഡർ ഇതുവരെയാണ് നിങ്ങളുടെ ഫസ്റ്റത്തെ യൂണിറ്റ്. ഇത് കഴിയുമ്പോൾ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ, അതുകൂടാതെ തന്നെ ഈ ജോയിൻസും ജോയിന്റ് ഡിസോർഡറിന്റെ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ജോയിന്റ് ഡിസോർഡർ ഫ്രൈഡേ, എന്താ പറയുക, ഫ്രൈഡേയോടെ കവർ ആകും. ഓക്കെ, ഇപ്പൊ എന്നാണ് എക്സാം വേണ്ടത്? ജോയിന്റിന്റെ എക്സാം എന്നാ വേണ്ടേ? നമ്മൾ ഓരോ സെക്ഷൻ കഴിഞ്ഞപ്പോൾ എക്സാം കണ്ടക്ട് ചെയ്തായിരുന്നു. ഈ ജോയിന്റിന്റെയും ജോയിന്റ് ഡിസോർഡർ ഞാൻ ഫ്രൈഡേ കവർ ചെയ്യും. ഓക്കെ, ഇതിന്റെ എക്സാം മൺഡേ എടുത്താലോ? ഓക്കെ ആണോ? അതായത് ജോയിൻസും ജോയിന്റ് ഡിസോർഡറും. ജോയിന്റ് ഡിസോർഡർ ഈസിയാണ്. ഓക്കെ, ഒരു 3-4 കണ്ടീഷനേ വരുന്നുള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ മൺഡേ നമുക്ക് ജോയിന്റ് ആൻഡ് ജോയിന്റ് ഡിസോർഡർ അതിന്റെ എക്സാം കണ്ടക്ട് ചെയ്യും. ദെൻ ഈ ചാപ്റ്റർ ഫുള്ളിന്റെ എക്സാം എന്നാ വേണ്ടത്? ഈ ഒരു യൂണിറ്റ് ഫുൾ നിങ്ങൾ പറയുന്ന ഡേറ്റിലെ ഞാൻ കണ്ടക്ട് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള മൺഡേ. എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ അല്ലേ എല്ലാവരും? അപ്പം നെക്സ്റ്റ് മൺഡേ ജോയിന്റ് ആൻഡ് ജോയിന്റ് ഡിസോർഡർ. മീൻസ് ജോയിന്റ് എന്നുള്ള ഫുൾ ജോയിന്റ് തന്നെ വരുന്നതാണ് ഈ ജോയിന്റ് ഡിസോർഡർ. ജോയിന്റ് എന്നുള്ള സെക്ഷൻ മൺഡേ എക്സാം നടത്തും. ദെൻ ഫുൾ യൂണിറ്റ് അത് കഴിഞ്ഞുള്ള മൺഡേ. ഓക്കെ, ഓക്കെ അല്ലേ എല്ലാവരും? ക്ലിയർ? ഓക്കെ, എങ്കിൽ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. നാളെ ജോയിന്റ് ഡിസോർഡർ എടുക്കാം. താങ്ക് യു.